ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 5, ഒന്നാമത്തെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 6-7 അധ്യായങ്ങൾ. കഴിഞ്ഞ വായനയിൽ നമ്മൾ എലീഫസിൻ്റെ അഭിപ്രായങ്ങൾ, എലീഫസിൻ്റെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. ഇന്ന് 6-7 അധ്യായങ്ങൾ പൂർണ്ണമായും ഇയ്യോബ് അതിന് മറുപടി പറയുന്നതാണ്. ഇയ്യോബ് ഇവിടെ അവരെ കുറ്റമൊന്നും പറയുന്നില്ല, മറിച്ച് തൻ്റെ സങ്കടത്തെ സംബന്ധിച്ചും തൻ്റെ വ്യസനത്തെ സംബന്ധിച്ചുമാണ് പറയുന്നത്. അയ്യോ, എൻ്റെ വ്യസനമൊന്ന് തൂക്കി നോക്കിയെങ്കിൽ, എൻ്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ അത് കടപ്പുറത്തെ മണലിനേക്കാൾ ഭാരമുള്ളത്. അതുകൊണ്ട് എൻ്റെ വാക്ക് തെറ്റിപ്പോകുന്നു. ഞാൻ എൻ്റെ കഷ്ടതയിലും സങ്കടത്തിലുമാണ്, എൻ്റെ വേദനയിലും വ്യസനത്തിലുമാണ്, എൻ്റെ രോഗത്തിലും എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടിലും വ്യഥയിലുമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വാക്ക് തെറ്റിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഘോരത്വങ്ങൾ എൻ്റെ നേരെ അണിനിരന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എൻ്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ച് കളഞ്ഞെങ്കിൽ, ഈ കഷ്ടം സഹിക്കാൻ എനിക്ക് വയ്യ, എന്നെ അങ്ങ് കൊന്നുകളഞ്ഞെങ്കിൽ നന്ന് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു. കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധൻ്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. അപ്പം ഇത് ഇയ്യോബ് പറയുന്ന മറ്റൊരു കാര്യമാണ്. ഞാൻ നേരായ വഴിയിൽ നടക്കാതിരുന്നിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ദൈവത്തെ വിട്ട് അകന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതിൽ ഒരു വാക്ക് പറയുന്നത്, എനിക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് കൈക്കൂലി കൊണ്ടുവരൂ, വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പിൻ, നിഷ്ഠുന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പിൻ എന്നിങ്ങനെ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറ, എന്നോട് ഉപദേശിക്കുക. ഞാൻ മിണ്ടാതിരിക്കാം, നിങ്ങൾ എന്നോട് അതിനെക്കുറിച്ച് പറ. എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത് എനിക്ക് ബോധം വരുത്തുവിൻ എന്നാണ് ഈ എലീഫസിനോട് ഒക്കെ ഇദ്ദേഹം തിരിച്ചു പറയുന്നത്. അപ്പം അങ്ങനെ എൻ്റെ നാവിൽ അനീതിയുണ്ടോ, എൻ്റെ വായ അനർത്ഥം തിരിച്ച് അറിയുകയില്ലയോ? ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പോഷ്കു പറയുമോ? ഒന്നുകൂടെ നോക്കുവിൻ, വിനീതികേട് ഭവിക്കരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കൂ, എന്താണ് എൻ്റെ ഭാഗത്ത് വന്ന് തെറ്റെന്ന് എനിക്ക് പറയൂ. 7-ാം അധ്യായത്തിൽ മർത്യന് ഭൂമിയിൽ യുദ്ധസേവയുണ്ട്. അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെയാണ്. അവൻ ചെയ്യുന്നതിന് പ്രതിഫലം ലഭിച്ചു പോവുകയാണ് എന്നാണ്. എന്നിട്ട് പറയാൻ, ഞാൻ കിടക്കാൻ എനിക്ക് കഴിയുന്നില്ല, രാത്രി എനിക്ക് ഒരുപാട് നീണ്ടതായിട്ടാണ് തോന്നുന്നത്, ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരില്ല, ദേഹം മുഴുവൻ പരിക്കളാൽ ബാധിച്ചിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ ദേഹം പുഴുവും മൺകുട്ടയും ഉടുത്തിരിക്കുന്നു. മൺകട്ട കൊണ്ട് ചൊറിയുമ്പം മൺകട്ടയും മണ്ണും ഒക്കെ ഈ ശരീരത്തിലുണ്ട്. അപ്പം അതെല്ലാം കാരണം എനിക്ക് ഉറക്കം എനിക്ക് ശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ, അത്ര കണ്ട് ഞാൻ കഷ്ടത്തിലാണ്. മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവൻ്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല. അപ്പം മരണത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഇനി എൻ്റെ അല്പം ജീവൻ മാത്രമാണുള്ളത്, അതങ്ങ് ഇല്ലാതെ ആകുന്നതാണ് നല്ലത്. അങ്ങനെ ഇല്ലാതായാൽ തിരിച്ചു വരവില്ല, വേണ്ട, തിരിച്ചു വരണ്ട, എനിക്ക് ഈ കഷ്ടത്തിൽ നിന്ന് എനിക്കൊന്ന് വിടുതൽ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കില്ല, എന്നെ വിടണം, എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ല. എപ്പോൾ മരിച്ചാലും ഒരു ശ്വാസം മാത്രമായിരിക്കുന്ന ഒരു ജീവനാണ് എൻ്റേത്. അത് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും സമ്പത്തോടെ ഇരിക്കുമ്പോഴും രോഗത്തിലായിരിക്കുമ്പോഴും ഏറ്റവും കഷ്ടമായിരിക്കുമ്പോഴും ഒരുപോലെ തന്നെയാണ്. ആ ജീവൻ വിടുന്ന ആ ഒരു മൊമെൻ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഒരു അംശം, അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ അത്രയും സമയം, അത് ഏത് സമയത്തായാലും ഒരുപോലെയാണ്. അപ്പം അതങ്ങ് പോകുന്നതാണ് നല്ലത്. എന്നിട്ട് അവസാനത്തെ എത്തുമ്പോൾ മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിനും അവൻ്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ. ഇത്രയൊക്കെ പരീക്ഷിക്കാൻ മനുഷ്യനൊന്നുമില്ല. അത് ദൈവത്തോളം അല്ലല്ലോ. ദൈവം എവിടെ നിൽക്കുന്നു, മനുഷ്യൻ എവിടെ നിൽക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ഒരു വാക്കാണ് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്നത്. ഞാൻ ദൈവത്തിന് എന്നെ അങ്ങ് നിസ്സാരമായി ഇല്ലാതാക്കാം, പക്ഷേ അത് ചെയ്യുന്നില്ലല്ലോ, ഞാൻ അതിന് മാത്രം എന്താണ് എന്നൊക്കെയാണ് തൻ്റെ നിസ്സാരത അവിടെ പറയുകയാണ്. എൻ്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും
അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത്. അത് ഞാൻ ഇനി അനർത്ഥമുണ്ട്, എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ ദൈവമേ അത് നീ എന്നോട് മോചിക്കണമേ, എന്നെ മോചിപ്പിക്കണമേ, എന്നെ വിടുവിക്കണമേ. അത് മരിച്ചു പോയാലും സാരമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും, നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും. അപ്പോൾ അതാണല്ലോ മനുഷ്യൻ്റെ എല്ലാ ജീവജാലങ്ങളുടെയും എങ്ങനെയാണ്. മനുഷ്യനെ മനസ്സിലാക്കാത്തതും ആ ഭാഗത്താണ്. എപ്പോൾ വേണേലും മാഞ്ഞു പോകാവുന്ന ഒരു സംഗതിയാണ്, ഒരു ജീവനാണ് മനുഷ്യനുള്ളത്. അത് ഇപ്പം പൊടിയിലാകും. പൊടിയല്ല, മണ്ണ് മുമ്പ് മുമ്പായിരുന്നതുപോലെ ഈ ശരീരം നേരത്തെ പിന്നീട് അത് മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ അന്വേഷിച്ചാൽ ഈ കാണത്തില്ല. പക്ഷെ മണ്ണിനകത്തുണ്ട്, ഈ ഭൂമിയിലെ മണ്ണിനകത്ത് ഈ ശരീരം വിലയം പ്രാപിച്ചാലും അത് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാതെ വണ്ണം അത് പൂർണ്ണമായി നശിച്ചു പോകും ശരീരം എന്നുള്ളതാണ്. അപ്പോൾ ഇയ്യോബ് ഇതിന് മറുപടി പറയുമ്പോൾ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല, മറിച്ച് തൻ്റെ കഷ്ടതയെ സംബന്ധിച്ച് ആണ് പറയുന്നത്. എന്നിട്ടും ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിലും തെറ്റിയിട്ടില്ല എന്നൊരു പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇവരോട് സംസാരിക്കുമ്പോൾ അത് ഉയർന്നു വരുന്നുമുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ അധ്യായത്തിലങ്ങോളം ഇത് നമുക്കങ്ങനെ തന്നെ കാണാനും കഴിയും. രണ്ടാമത്തെ വായനാ ഭാഗം മീഖ പ്രവചനം 2-ാം അധ്യായം. അപ്പം ഇവിടെ കാര്യം പ്രത്യേകം പറയുന്നത് മനുഷ്യരോട് കാണിക്കുന്ന അകൃത്യത്തെ സംബന്ധിച്ചാണ്. അപ്പം മനുഷ്യനോട് കാണിക്കുന്നത് പറഞ്ഞാൽ അധികാരമുള്ളവർ, അല്ലെങ്കിൽ ഉയർന്ന അവസ്ഥയിലുള്ളവർ, സമ്പന്നർ, അവരൊക്കെ താഴെയുള്ള ആളുകളോട് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. അതിങ്ങനെയാണ്: കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തിയുള്ളത് കൊണ്ട് പുലരുമ്പോൾ തന്നെ അവരത് നടത്തുന്നു. പ്രാപ്തി ഇല്ലാത്തവരോടാണ് അത് ചെയ്യുന്നത്. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അപ്പം ഒരാൾ നാളെ അവൻ്റെ വയൽ പിടിക്കണം എന്നാലോചിച്ചിട്ട് കിടക്കുകയും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അതിൻ്റെ കാര്യത്തിലേക്ക് പോയി അത് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ അവർ പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, യഹോവ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ വംശത്തിൻ്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തുകളെ വിടുവിക്കാൻ ഒക്കുകയില്ല, നിങ്ങൾ നിവർന്നു നടക്കുകയുമില്ല. ഇത് ദുഷ്കാലമല്ലോ. ഇത് കൃത്യമായി തന്നെ ദൈവം ഇവരുടെ ഈ പ്രവൃത്തികളെ സംബന്ധിച്ച് പല പുസ്തകങ്ങളിലെന്ന പോലെ ഇതിലും പറയുകയാണ്. അതുകൊണ്ട് യഹോവയുടെ സഭയിൽ ഓഹരിമേൽ അളവുകോൽ നൂൽ പിടിപ്പാൻ നിനക്ക് ആരും ഉണ്ടാകുകയില്ല. പ്രസംഗിക്കരുതെന്ന് അവർ പ്രസംഗിക്കുന്നു, ഇവയെക്കുറിച്ച് അവർ പ്രസംഗിക്കേണ്ടതല്ല. അവരുടെ ആക്ഷേപങ്ങൾ ഒരിക്കലും തീരുകയില്ല. യാക്കോബ് ഗൃഹമേ, ഇതെന്തൊരു വാക്കാകുന്നു! യഹോവ മുൻകോപിയോ? അങ്ങനെയോ അവൻ്റെ പ്രവൃത്തികൾ? നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? അതായത് നേരായി നടക്കുകയാണെങ്കിൽ എൻ്റെ വചനങ്ങൾ ഗുണകരമാണ്. അല്ലെങ്കിൽ എൻ്റെ വചനങ്ങൾ ഒരേ വചനം തന്നെയാണ് നന്മ തരുന്നതും തിന്മ തരുന്നതും. നേരായി നടക്കുമ്പോൾ നിനക്ക് നന്മ തരും, നിനക്ക് ഒരു കാലത്തൊന്നിനും മുടക്കം വരികയില്ല എന്ന് പറയുന്ന അതേ വാക്യത്തിൽ അതിൻ്റെ നേരെ റിവേഴ്സായിട്ടുള്ള കാര്യമുണ്ട്. നേരായി നടന്നാലേ അതുള്ളൂ, നടന്നില്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ എതിർഭാഗമാണ് നിനക്കുണ്ടാകുക. അപ്പോൾ ഒരു വാക്യത്തിൽ തന്നെ ഈ ഗുണവും ദോഷവും വെച്ചിട്ടുണ്ട്. നേരായി നടക്കുന്നവൻ എൻ്റെ വചനങ്ങൾ ഗുണകരമാണ്, നേരായി നടന്നില്ലെങ്കിൽ എൻ്റെ വചനങ്ങൾ ഗുണകരമല്ല. അപ്പോൾ ഒരേ വചനം തന്നെ നിനക്ക് നന്മയ്ക്കും തിന്മയ്ക്കും ഉതകും, നിനക്ക് ഗുണവും ദോഷവും ചെയ്യും, നിനക്ക് ജീവൻ മരണവും തരും എന്നാണ് അവിടെ ആ വാക്യത്തിൻ്റെ ആശയം, അർത്ഥം. നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നു, അവരുടെ പൈതങ്ങളോട് നിങ്ങൾ എൻ്റെ മഹത്വം സദാകാലത്തേക്ക് അപഹരിച്ചു കളയുന്നു. പുറപ്പെട്ടു പോകുവിൻ, കഠിനനാശത്തിന് കാരണമായിരിക്കുന്ന മാലിന്യം നിമിത്തം ഇത് നിങ്ങൾക്ക് വിശ്രമസ്ഥലമല്ല. അപ്പോൾ ഇതും ദൈവം വീണ്ടും തുടർന്നും അത് തന്നെയാണ് സംസാരിക്കുന്നത്. യാക്കോബെ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും. അത് എൻ്റെ ഇസ്രായേലിൻ്റെ മൊത്തത്തിലുള്ള ജനത്തെ വിടുവിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. അത് അടുത്ത ഖണ്ഡികയിലാണ് അത് പറയുന്നത്. അത് നേരത്തെ മുമ്പ് പറഞ്ഞ ആശയത്തിൻ്റെ ആശയമല്ല, വേറൊരു ആശയം. അതായത് ജനത്തെ മുഴുവനായി തന്നെ ഞാൻ വിടുവിക്കുകയും ശേഷിപ്പുള്ളവരെ ശേഖരിക്കുകയും ഒക്കെ പറയുന്നതാണ്. തൊഴുത്തിലെ ആടുകളെ പോലെ, മേച്ചൽ പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു.
അപ്പോൾ ഈ തകർക്കുന്നവൻ ശരിക്ക് നമ്മൾ കാണുന്നത്, ഫിസിക്കലി കാണുന്നത് മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാരോ മറ്റു രാജ്യക്കാരോ ഒക്കെ ആയിരിക്കും. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടും. എന്നാൽ യഥാർത്ഥത്തിൽ തകർക്കുന്ന ആരാണ്? യഥാർത്ഥത്തിൽ അവരെ തകർക്കാനാക്കുന്നത് ദൈവമാണ്. യഹോവയായ ദൈവമാണ് തകർക്കാനാക്കുന്നത്. അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ തകർത്ത്, ജനം അത് തകർത്ത് പുറപ്പെടും. അങ്ങനെ അവർക്ക് മുമ്പായി തകർക്കുന്നവൻ പുറത്ത് പുറപ്പെടും. ഇവിടെ തകർക്കുന്നവൻ എന്ന് പറയുന്നത് ആരാണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. ഇവിടെ നമ്മൾ വായിക്കുമ്പം അവരുടെ രാജാവ് എന്ന് പറയുന്ന മനുഷ്യനായ രാജാവുണ്ടല്ലോ, അവർ അവർക്ക് മുമ്പായും യഹോവ എന്ന ദൈവം അവർക്ക് തലയ്ക്കലും നടക്കും എന്നാണ് വായിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടും ഒരു കാര്യം തന്നെയാണ്. അവരുടെ രാജാവ് എന്ന യഹോവ അവരുടെ തലയ്ക്കലും അവരുടെ മുമ്പായും നടക്കുമെന്നാണ് എൻ്റെ ആശയം. അപ്പോൾ ഈ ആശയം കിട്ടണമെന്നെങ്കിൽ ഇസ്രായേലിൻ്റെ രാജാവ് ആരെന്ന് ഉള്ള ഒരു മിനിമം അറിവ് നമുക്കുണ്ടാകണം. അത് എന്നും ഇസ്രായേലിൻ്റെ രാജാവ് ദൈവം തന്നെയാണ്. എന്നാൽ അവരുടെ ആഗ്രഹപ്രകാരം ശമൂവേൽ പ്രവാചകൻ്റെ കാലത്ത് അവർക്ക് മനുഷ്യനായ ഒരു രാജാവിനെ വാഴിച്ചു കൊടുത്തു. എന്നാൽ ആ രാജാവ് വാഴുമ്പോഴും അത് അവർ യഹോവയുടെ സിംഹാസനത്തിലിരുന്നാണ് രാജാവായി വാഴുന്നതും. ആ സമയത്തും ദാവീദ് അടക്കമുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ബോധ്യം, ഗിദെയോൻ രാജാവില്ലാത്ത കാലത്ത് ഗിദെയോനുള്ള ബോധ്യം, ഇതൊക്കെയും യഹോവയാണ് ഇസ്രായേലിൻ്റെ രാജാവ് എന്നാണ്. ഇസ്രായേലിൻ്റെ രാജാവ് എന്നാണ്. ഞാനിരിക്കുന്നത് ദൈവമേ അങ്ങയുടെ സിംഹാസനത്തിലാണ്, അങ്ങയുടെ ന്യായാസനത്തിലിരുന്ന് ഞാൻ ഭരിക്കുന്നു, അങ്ങയുടെ ന്യായാസനത്തിലിരിക്കാൻ എൻ്റെ മകനായ ശലോമോനോട് തിരഞ്ഞെടുത്തു. ഇതൊക്കെയാണ് ദാവീദ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം ദാവീദിനുണ്ടായിരുന്നു. അതുപോലെ ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു, ചില രാജാക്കന്മാർക്കുണ്ടായിരുന്നു, എല്ലാവർക്കും അതുണ്ടായിരുന്നില്ല. അവരുടെ ചിന്തയിലും മനസ്സിലും ഒക്കെ തന്നെ രാജാവ് ദൈവം തന്നെയാണ്, യഹോവ തന്നെയാണ് രാജാവ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാം അധ്യായം അവസാനിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം. തുടക്കം ഇങ്ങനെയാണ്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ നമ്മുടെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, നമ്മൾ 11-ാം അധ്യായത്തിൽ ഒരുപാട് പേരുടെ പേര് വായിച്ചു. എല്ലാവരുടെയും പേര് അവിടെ എഴുതാനൊക്കത്തില്ല. അപ്പം അങ്ങനെ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് മുമ്പിൽ വിശ്വാസത്തിൻ്റെ വീരന്മാരായി നിൽക്കുന്നുണ്ട്. അവർ നിൽക്കുന്നത് കൊണ്ട് അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ നയിച്ച ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് സകല ഭാരവും, അവരും ഭാരം ഉണ്ടായിരുന്നവരാണ്, കഷ്ടത ഉണ്ടായിരുന്നവരാണ്, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നവരാണ്, പ്രതികൂലമുണ്ടായിരുന്നവരാണ്, വിശ്വാസത്തിൻ്റെ ശോധനകൾ ഉണ്ടായിരുന്നതാണ്, പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നതാണ്, പാപം ചെയ്യാനുള്ള പ്രേരണകൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തരം സകല ഭാരവും വഹിച്ചവരാണ്, നേരിട്ടവരാണ്. ആ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. നമ്മുടെ ചുറ്റും ഇത്രയും വലിയൊരു സമൂഹം, സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്നതോ അതിനേക്കാളും കഷ്ടം അനുഭവിച്ച ഒരുപാട് ആളുകൾ കടന്നുപോയ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു 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 ദൈവിക ബന്ധത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞവരിവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മാതൃക സ്വീകരിച്ച് മുന്നോട്ട് ഓടാം എന്നാണ്. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് ആശയം തന്നെയാണ് താഴെയും: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ആരെ നോക്കാനാണ്? യേശുവിനെ നോക്കുക. നമ്മളെപ്പോഴും നോക്കുന്ന ആരാണ്? നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളാണ്. അവൻ അങ്ങനെ ചെയ്തു, ഇവനിങ്ങനെ ചെയ്തു, അവൻ ദൈവത്തിൻ്റെ വിശ്വസ്തത കാണിച്ചില്ല, എന്നെ കൊണ്ടുവന്നവൻ, എന്നെ പഠിപ്പിച്ചവൻ ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, പിന്നെ ഞാനെങ്ങനെ കാണിക്കണം എന്നൊക്കെ ആണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും മറ്റുള്ള കൂടെ ഇരിക്കുന്നവരെയോ വേറൊരാളുകയോ മാതൃക കാണിക്കാൻ വചനം നമ്മളോട് പറയുന്നില്ല. വചനം നമ്മളോട് പറയുന്നത് യേശു ക്രിസ്തുവിനെ മാതൃകയായി സ്വീകരിക്കുവാനാണ്. ആ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഞാനതൊന്നുകൂടെ പറയത്തില്ല, വായിച്ചു പോകത്തേ ഉള്ളൂ, ഒന്നുകൂടെ വായിക്കാം. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, യേശുക്രിസ്തുവിന് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ മാതൃകയാക്കി നോക്കേണ്ടത്. യേശു എങ്ങനെയാണ് ഇതിനെല്ലാം നേരിട്ടത്? യേശു എങ്ങനെയാണ് ജീവിച്ചത്? യേശു ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയായിരുന്നു? യേശുവിലൂടെ ദൈവം
ദൈവം വെളിപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ യേശുവിനല്ലാതെ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? അതാണ് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. ആരെ? യേശുവിനെ. അതുപോലെ സഹിച്ചവർ വേറെയും പലരുമുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. യേശുക്രിസ്തു പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നവനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പക്ഷേ പ്രാണത്യാഗത്തോളം എതിർത്തുന്ന ഒരുവനെയാണ് മാതൃകയാക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികരുത്. കർത്താവ് അവനെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്. മോശ പറയുന്ന കാര്യമാണ്. അപ്പം പറയുന്നത് താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു അപ്പൻ. അതുപോലെ തന്നെ ദൈവവും നമ്മളെ ശിക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകാനല്ല, നമ്മൾ നേർവഴിക്ക് നയിക്കുകയാണ്. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഇവിടെയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ മക്കളാണ്, അല്ലെങ്കിൽ കൗലടയന്മാരല്ല എന്ന് ഉറപ്പായിട്ടും നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മക്കളെന്ന് നിങ്ങളുടെ അപ്പന്മാർ നിങ്ങൾ ആവുന്ന മക്കളെ സ്നേഹിച്ചതുപോലെ, നേർവഴിക്ക് നയിച്ചതുപോലെ, ശാസിച്ചതുപോലെ, ശിക്ഷിച്ചതുപോലെ ദൈവം നിങ്ങളെയും ശാസിക്കുകയും ശിക്ഷിക്കുകയും നേർവഴിക്ക് നടത്തുകയൊക്കെ ചെയ്യും. അത് സഹിക്കാൻ വയ്യാതെ പിന്മാറിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകാണ്ട് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ഇത് ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നതാണ്. ശിക്ഷ ദുഃഖകരമാണ് തൽക്കാലം, പക്ഷേ അത് പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് അത് നല്ലത് തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നൊരു ഉപദേശം പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പും മുളച്ച് വേരും മുളച്ച് കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി ആരും അതിനാൽ മലിനപ്പെടുകയും ഏശാവ് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞതുപോലെ അഭക്തനായി തീരുവാതിരിപ്പാനും ഓർത്തുകൊള്ളുക, കരുതിക്കൊള്ളുക. ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ഇച്ഛിച്ചിട്ടും അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്നും അറിയുന്നതല്ലോ എന്നാണ്. എന്നിട്ട് വായിക്കുന്നത്, നമ്മൾ വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദും വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് ചില മലയുടെയും കുന്നിൻ്റെയും നിസ്സാരമായ കാര്യങ്ങളുടെ ഒന്നും മുമ്പിലല്ല. നിങ്ങൾ ശ്രേഷ്ഠമായ ഒരിടത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങളതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. നിങ്ങൾ ആയിരുന്ന അവസ്ഥയിലല്ല ഇന്ന്. നിങ്ങളെ വളരെ വ്യത്യസ്തമായ ഉയർന്ന ഒരു തലത്തിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. ഇപ്പം ഭൂമിയിൽ അരുളി ചെയ്ത മനുഷ്യരെ നിരസിച്ചവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ അരുളപ്പാട് വന്നിരിക്കുമ്പോൾ അത് നമ്മൾ നിരസിച്ചാൽ എന്തധികമായിട്ട് നമുക്കതിൻ്റെ കുഴപ്പങ്ങളുണ്ടാകുമെന്നാണ്. എന്നിട്ട് താഴോട്ട് ആകയാൽ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം വായിക്കുന്നില്ല. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറും ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അങ്ങനെ ഒരു ഭയം നമുക്ക് വേണം. ഇന്ന് പുതിയ നിയമകാലമാണ്, യേശുക്രിസ്തു നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു നമ്മളാരും കരുതരുത്. ദൈവത്തിന് അന്നും ഇന്നും എന്നും ഒരേ സ്വഭാവം തന്നെയാണ്. ആ കോപവും ശിക്ഷ തരാനുള്ള മനസ്സും ഒക്കെ ദൈവത്തിനുണ്ട്.
പക്ഷേ യേശുക്രിസ്തു നമുക്കിടയിൽ ഒരു മധ്യസ്ഥനായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അന്നത്തെ കാലത്തെ പോലെ ബാധയും പിന്നെ രാജ്യങ്ങളുടെ രാജാക്കന്മാരുടെ ശിക്ഷകളും ഒന്നും യുദ്ധങ്ങളും ഒന്നും നമുക്കുണ്ടാകാതെ ഇരിക്കുന്ന യേശുക്രിസ്തു നമുക്കുള്ളത് കൊണ്ടാണ്. അത് എന്നും ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അതിനൊക്കെ ഒരു കാലമുണ്ട്. ആ കാലം വരെയൊക്കെ അത് കാണുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കാലവും നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് ക്രിസ്തു തന്നെ അത് പൊറുക്കില്ലല്ലോ, പിന്നല്ലേ ദൈവം പൊറുക്കുന്നത്. ക്രിസ്തു തന്നെ അത് പൊറുക്കാൻ കഴിയാത്തതാണ്. ക്രിസ്തുവിൻ്റെ മനസ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന് ഒരു പരിധിയുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. എല്ലാ കാലവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് വചനം പറയുന്ന പോലെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാനാണ് യേശുക്രിസ്തു ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് യേശുക്രിസ്തുവിനുള്ളത്. അതുകൊണ്ട് അത് വിട്ട് യേശുക്രിസ്തുവിന് ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. കുറച്ച് ലിബറലായി കാര്യങ്ങൾ നമുക്ക് എത്താനൊക്കും. മുമ്പത്തെ പോലെ ഒരു അഗ്നിയുടെ അടുത്തെത്തുന്നത് പോലെ നമ്മൾ പോകേണ്ട കാര്യമില്ല യേശുക്രിസ്തു ഇടയ്ക്കുള്ളത് കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശിക്ഷ നിരസിച്ചു പോകാമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പോൾ ആ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അഡ്വക്കേറ്റാണ് യേശുക്രിസ്തു. ആ ഭരണഘടനയുടെ അഡ്വക്കേറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ ഒരു ന്യായാധിപതി ജഡ്ജ് ഇരിപ്പുണ്ടെങ്കിൽ ആ ജഡ്ജിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് ആ ജഡ്ജ് അവിടെ ഉണ്ട്. ജഡ്ജിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭരണഘടന അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പറഞ്ഞ അഡ്വക്കേറ്റിന് സംസാരിക്കാനൊക്കെ ഉള്ളൂ. ആ അഡ്വക്കേറ്റ് സംസാരിക്കുന്നതനുസരിച്ച് ജഡ്ജിന് നിയമത്തിൻ്റെ നടപടി സ്വീകരിക്കാനൊക്കെ, ശിക്ഷയാണോ രക്ഷയാണോ കൊടുക്കാൻ കഴിയുന്നത്. ആ പറഞ്ഞു വെച്ച അത് ദൈവത്തിന് പോലും അത് മാറ്റാനൊക്കത്തില്ല. ദൈവം പറഞ്ഞു വെച്ച നിയമങ്ങളെ ദൈവത്തിന് പോലും മാറ്റാനൊക്കത്തില്ല. അതാണ് ആ നിയമങ്ങൾ. നിയമകർത്താവ് ദൈവമാണ്, നമുക്കറിയാമല്ലോ. ഈ നിയമങ്ങളെല്ലാം വെച്ചത് ദൈവമാണ്. പക്ഷെ ദൈവത്തിന് പോലും ഇനി ആ നിയമത്തിനെ മാറ്റാനൊക്കത്തില്ല. കാരണം അത്ര കൃത്യവും അത്ര സ്ഥിരവുമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. ദൈവത്തിന് പോലും അതിനകത്ത് മാറ്റാനൊക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു പോയതാണ്. ദൈവം പറഞ്ഞു പോയി. ആ പറഞ്ഞു പോയ കൽപ്പനകളെ ദൈവത്തിന് മാറ്റാനൊക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ തെറ്റി ഒഴിയുന്നത് എന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഇനിയൊരു അധ്യായം കൂടെ മാത്രമേ ഉള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം. നമ്മൾ 12-13 അധ്യായത്തോടു കൂടി എബ്രായർക്ക് എഴുതിയ ലേഖനം സമാപിക്കുകയും ചെയ്യും. 3 വായന ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ നല്ല വിരുന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുതിയ വായനാ ഭാഗങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ. സ്തോത്രം.